ഞാൻ ഡോക്ടർ ശ്രീകുമാർ, സായികൃപ ഹോളിസ്റ്റിക് ഹോമിയോപ്പതിക് മെഡിസിൻ സെൻ്ററിൻ്റെ ചീഫ് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ചുമ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. രണ്ടക്ഷരമേ ഉള്ളൂ, പക്ഷേ ആളുകൾ മുമ്പിൽ വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്നത് രണ്ടക്ഷരം മുമ്പിലിട്ട് തന്നിട്ട് കുറച്ച് കിട്ടണമെന്ന് പറയും. ഇന്ന് തന്നെ കുറയണം, ചുമ കാരണം ഉറങ്ങാനേ പറ്റുന്നില്ല, കൊച്ചു ചുമയ്ക്കുന്നുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല, വലിയൊരു ചുമ, ചിലവ് തന്നെ. ഇത്രയും ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള ഉറക്കം കെടുത്തുന്ന ഒരു രോഗം രണ്ടക്ഷരത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ ചുമ കുറഞ്ഞു കിട്ടണമെന്ന് വാശി പിടിക്കുമ്പോൾ ഒരു കാര്യം സത്യസന്ധമായി മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ നടക്കുന്നൊരു വിശേഷം പോലെയാണ് ശരിക്കും ഓരോ രോഗങ്ങളും ശരീരത്തിൽ നടക്കുന്നൊരു വിശേഷമാണ്. അപ്പോൾ ഒരു വിശേഷം നടന്നു കഴിഞ്ഞാൽ ഗസ്റ്റുകളൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി വെടിപ്പാക്കി ഇടുക എന്നുള്ളതാണ്. പിള്ളേർ കയറിയിട്ട കടലാസ് കാണും, സർവത്ര വേസ്റ്റ് മെറ്റീരിയൽസ് കാണും, അതെല്ലാം തൂത്ത് വൃത്തിയാക്കുന്ന പ്രോസസ്സ് പോലെയാണ് ശരീരത്തിന് ചുമ. എപ്പോൾ വരെ നമ്മൾ തൂക്കുമെന്ന് ചോദിച്ചാൽ മുറി വൃത്തിയാവുന്നവരെ, അല്ല നമ്മുടെ വീട് വൃത്തിയാവുന്നവരെ. അതുപോലെയാണ് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ചുമ. രോഗാണുസാന്ദ്രമായ നിരവധി വസ്തുക്കൾ, രോഗാണുക്കളുടെ വേസ്റ്റ് പ്രോഡക്ട്സ്, രോഗത്തിൻ്റെ ഫൈറ്റ് ചെയ്തതിൻ്റെ ടോക്സിസിറ്റിയുള്ള കാര്യങ്ങൾ, ശരീരത്തെ എക്സസ് ആയിട്ട് വരുന്ന മ്യൂക്കസ് മെംബ്രെയിൻ, ഇതുപോലെ നിരവധി ഫ്ലൂയിഡ്സ് പുറന്തള്ളപ്പെടേണ്ടത് ആവശ്യകത ശരീരത്തിനുണ്ട്. നേരെ മറിച്ച് ഇത് തൂത്ത് വൃത്തിയാക്കപ്പെടാതെ ശരീരത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഇതിനകത്ത് മറ്റ് രോഗാണുക്കൾ കടന്നു കയറി സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ചുമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. രണ്ടക്ഷരമേ ഉള്ളെങ്കിലും ഒരുപാട് ദീപ്തമായ ഡെപ്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതെല്ലാം നമുക്ക് ഈ പരിമിതമായ സമയത്ത് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള 2 ലേഖനങ്ങൾ. ഒന്ന്, കഫക്കെട്ടെങ്ങനെ ഒഴിവാക്കാം, മാതൃഭൂമി ആരോഗ്യ മാസികയിൽ എഴുതിയ ലേഖനം. 2, ചുമയ്ക്ക് പിന്നിൽ കേരളകൗമുദിയിൽ എഴുതിയ ലേഖനം. കോപ്പി കിട്ടുകയാണെങ്കിൽ നമുക്കിത് വാങ്ങിച്ച് വായിക്കാം. ഈ പരിമിത സമയത്തിൽ നമുക്ക് ഇത്രമാത്രം മനസ്സിലാക്കുക: ശരീരത്ത് രോഗഫലമായിട്ടുണ്ടായ ടോക്സിൻസ് പുറന്തള്ളി തീരുന്നവരെ ചുമയ്ക്കാൻ അനുവദിക്കണം, ഇല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് ബ്രോങ്കൈറ്റിസിലേക്കും ന്യൂമോണിയയിലേക്കും കടുത്ത പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നത്. കാരണം ഇത് പുറന്തള്ളപ്പെടുന്നില്ല, അകത്തേക്ക് കിടക്കുന്ന രോഗാണുക്കൾ വീണ്ടും ഇതിന് ഗുരുതരാവസ്ഥ ഉള്ള രോഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചുമയെ പേടിക്കേണ്ട, വിശ്രമിക്കുക, യാത്രകൾ ഒഴിവാക്കുക, തണുത്തത് പരമാവധി ഒഴിവാക്കുക. അതുകൂടാതെ ചൂടുവെള്ളം കുടിക്കുകയും ചൂട് നെഞ്ചത്ത് വയ്ക്കുകയും ചെയ്യുമ്പോൾ അവിടത്തുള്ള വാസോ ഡയലറ്റേഷൻ ഉണ്ടാകുകയും രോഗാണുസാന്ദ്രമായ ടോക്സിൻസ് പുറത്തു പോകാൻ സ്വതന്ത്രമായി അനുവദിക്കുകയും ചെയ്താൽ ചുമയെ പേടിക്കേണ്ട. അപ്പോൾ കാര്യങ്ങൾ അറിയുക, ഹോളിസ്റ്റിക് ലൈനിൽ ചിന്താഗതിയെ മാറ്റിയെടുക്കുക. ചുമ ഒരിക്കലും ഒരു കാരണവശാലും ഒരു കോംപ്ലിക്കേറ്റഡ് തലത്തിലേക്ക്, കൺസോളിഡേറ്റഡ് ന്യൂമോണിയയിലേക്കൊന്നും കടന്നു പോകുന്ന പ്രശ്നമില്ല. അതിൽ ആത്മവിശ്വാസമായിട്ട് ചുമച്ച് തുപ്പിക്കോണം, പുറന്തള്ളി പോകണം, സപ്രസൻ്റ് വേണ്ട. അത്ര മാത്രം ചെയ്താൽ മതി. പേടിക്കാതെ ഒരു ഹോളിസ്റ്റിക് ഫിസിഷ്യനെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മരുന്ന് കഴിക്കുക. ചുമയെ പേടിക്കേണ്ട. നമസ്കാരം.